അധ്യാപകരുടെയും സഹപാഠികളുടെയും മാനസിക പീഡനവും കുത്തുവാക്കുകളും സഹിക്കാനാകാതെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ സ്കൂൾ പഠനം ഉപേക്ഷിച്ച് കാടുകയറി. കഴിഞ്ഞ അധ്യയന വർഷം പകുതിയായപ്പോഴാണ് മല അരയ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പത്തനംതിട്ട ജില്ലയിലെ മൂലക്കയം കുസുമം ഗവൺമെന്റ് സ്കൂളിലെ പഠനം ഉപേക്ഷിച്ച് കാടുകയറാൻ നിർബന്ധിതരായത്. എല്ലാവരെയും പോലെ സ്കൂളിൽ പോയി പഠിക്കണം. മനസ്സിൽ നിറയെ പ്രതീക്ഷകളുമായി മലയരയ വിഭാഗത്തിൽപ്പെട്ട ഈ കുട്ടികൾ കാടിറങ്ങി. ജില്ലാതിർത്തിയിലെ കിസുമം സർക്കാർ സ്കൂളിൽ പഠിക്കാൻ ചേർന്നു. പക്ഷേ സ്കൂളിലെത്തിയ ഇവരെ കാത്തിരുന്നത് വേദന മാത്രം സമ്മാനിക്കുന്ന കാര്യങ്ങൾ. സഹപാഠികൾ അയിത്തം കൽപ്പിച്ച് മാറി നിന്നു. അധ്യാപകർ അതിന് മൗനാനുവാദവും നൽകി. ടീച്ചർമാർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ പഠിക്കേണ്ട പൈസയൊക്കെ മേടിച്ചെടുക്കാൻ നിങ്ങൾ വീട്ടിൽ പറഞ്ഞ് കയറുമ്പോൾ വണ്ടിക്കകത്ത് കയറുമ്പോൾ ബാങ്കിക്ക് എടുത്തിറങ്ങി ഞങ്ങളെ. വീണ്ടുമുണ്ടായി ദുരനുഭവങ്ങൾ. സ്കൂളിൽ നടന്ന മോഷണം ഒരു അധ്യാപിക ഈ കുട്ടികളുടെ തലയിൽ കെട്ടിവെച്ചു. ഇതോടെ പഠിക്കണമെന്ന മോഹം മനസ്സിൽ അവശേഷിപ്പിച്ച് എന്നേക്കുമായി സ്കൂളിനോട് വിട പറഞ്ഞ ഇവർ കാടുകയറി. മണിക്കൂറുകൾ നീളുന്ന യാത്രയ്ക്കൊടുവിൽ ശബരിമലയ്ക്ക് സമീപം ചാലക്കയം വനമേഖലയിലാണ് ഈ കുട്ടികളെ കണ്ടെത്താനായത്. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ 3 പേരിൽ ഇളയ കുട്ടി ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. പഠിക്കാനുള്ള ഇഷ്ടമുണ്ട്, ടീച്ചർമാരെ സ്കൂളിൽ നിന്ന് ഞങ്ങനെ ഇറക്കിയിടുക. അതുകൊണ്ടാണ് പഠിക്കാത്തത്? അതുകൊണ്ടാണ് ഞങ്ങൾ പഠിക്കാൻ വരാത്തത്. നല്ല സ്കൂളിൽ പോയി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നല്ല എനിക്ക് ആഗ്രഹമുണ്ട്. അന്യസംസ്ഥാനത്ത് നിന്നും കുട്ടികളെ കൊണ്ടുവന്നത് വിവാദമായ പശ്ചാത്തലത്തിൽ തന്നെ ഈ കുട്ടികളെ കണ്ടുമുട്ടേണ്ടി വന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രാഥമിക വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമായി പ്രഖ്യാപിച്ച രാജ്യത്താണ് ടീച്ചർമാരുടെ പീഡനം മൂലം ഈ കുട്ടികൾക്ക് പഠനം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് തിരിച്ച് കയറേണ്ടി വന്നത്. ചാലക്കയം വനത്തിനുള്ളിൽ നിന്നും ക്യാമറമാൻ ഷമീർ പത്തനാപുരത്തിനൊപ്പം എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ.